അജണ്ടകൾ സെറ്റ് ചെയ്യാനോ നടപ്പാക്കാനും വല്ലാത്തൊരു കഴിവുള്ള പാർട്ടിയാണ് സി പി എം. ആ സി പി എമ്മിൻ്റെ സമ്മേളനം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ്റെ മൂന്നാം സർക്കാരിനെക്കുറിച്ച് ഒരു സജീവ ചർച്ച കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, കേന്ദ്രവുമായി ഒരു വെടിനിർത്തലിൻ്റെ സ്വഭാവം. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗണവേഷം ധരിച്ചിട്ടുള്ള ഒരു ആർ എസ് എസ്സുകാരനാണ്. അതിൻ്റെ മിതത്വവും പാകതയുമൊക്കെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലുണ്ട്. അപ്പോൾ ആ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ സാന്നിധ്യത്തിൽ കേരള ഹൗസിൽ വെച്ച് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനുമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വേണമെങ്കിലൊരു ഇഡലി ഡിപ്ലോമസി എന്നൊക്കെ പറയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കൂടിക്കാഴ്ച നടത്തി വളരെ സിമ്പിളായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫിരത തോമയും അവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഈ കൂടിക്കാഴ്ചയെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കേന്ദ്രവും കേരളവും എന്ന് പറയുന്നത് രണ്ട് വിപരീത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളൊന്നുമല്ല. ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട, സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നും അതിന് സുപ്രീം കോടതി 1977 രാജസ്ഥാനുമായി ബന്ധപ്പെട്ട കേസിൽ ഫെഡറൽ സഹകരണ ഫെഡറലിസം എന്ന മനോഹരമായൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും നമ്മുടെ കെ എം മാണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ശക്തമായ കേന്ദ്രവും സമർത്ഥമായ സംസ്ഥാനവും കേരളവും എന്നൊക്കെ പറയുന്നത് പോലെ ശക്തമായ കേന്ദ്രം കൂടി ഉണ്ട്. കേരളത്തെ സംബന്ധിച്ച് കുറേ ഇല്ലായ്മകളുണ്ട്. ആ ഇല്ലായ്മകളിൽ 10 വർഷം കേരളം ഭരിച്ചത് പിണറായി വിജയനാണ്. അതിനു മുമ്പ് യു ഡി എഫ് ആണ്. പിണറായി വിജയനും യു ഡി എഫും ഒക്കെ ഭരിച്ചതിൻ്റെ ഫലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിപ്പുണ്ട്. ആ പ്രതിസന്ധിയെ പരിഹരിക്കാൻ കേന്ദ്രത്തിൻ്റെ കൈയടച്ചുള്ള സഹായം വേണമെന്ന് ഏതൊരു സർക്കാരും ആഗ്രഹിക്കും. കൈ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനകത്ത് രാഷ്ട്രീയമുണ്ടോ എന്നാണ് വിഷയം. ബി ജെ പിയുടെ നേതാവും ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമൊക്കെയായിരുന്ന മുൻ ഡി ജി പി ജേക്കബ് തോമസ് ഇതിനെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ, ഇപ്പോൾ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ചില കാര്യങ്ങൾ, കേരളത്തിൻ്റെ പഴയ പാലക്കാട് റെയിൽവേ ഡിവിഷൻ മുറിച്ച് സേലത്തിന് കൊണ്ടുപോകുമ്പോൾ അവരെ അന്ന് വടിവേലു എന്നൊരു മന്ത്രിയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഡി എം കെയുടെ സഹമന്ത്രിയായിട്ട് ലാലു പ്രസാദ് ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരുന്നത്. രാമസേതു വിഷയത്തിലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നായിരുന്നു. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതുവായ വിഷയങ്ങൾ, ഈ പൊതുവായ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ സി പി എം എന്ന പാർട്ടി ബി ജെ പിയെ സംബന്ധിച്ചൊരു ശത്രുവൊന്നുമല്ല. 543 അംഗ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മൂലയിലൊരു 3 പേരുള്ള ഒരു ചെറിയ പാർട്ടി, അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു തമിഴ്നാട്ടിലും 2 എം പിമാരുള്ള സി പി ഐ എന്ന വേറൊരു ചെറിയ പാർട്ടി. അതോടെ ഇടതുപക്ഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ തീർന്നു. ഇന്ത്യൻ പാർലമെൻറ്റിൽ മോഡി സർക്കാരിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അതിനെ നേരിടാനുള്ള ശേഷിയുള്ള പാർട്ടിയല്ല. അത് കേരളത്തിലെ ഇന്നിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിസ്റ്റ് തുരുത്താണ് കേരളം, ഒരു ചുമന്ന തുരുത്ത്. ബംഗാൾ എന്ന അജേയമായിരുന്ന ഒരു അവരുടെ കൈവശമിരുന്ന സംസ്ഥാനത്ത് ഇന്നൊരു എം പിയോ എം എൽ എയോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. ഇവിടുത്തെ അവസ്ഥ നമ്മൾ പറയണ്ട. ത്രിപുരയിലെ കോൺഗ്രസുമായി സഖ്യം ചേർന്നിട്ട് പോലും അവർക്ക് ജയിക്കാം. അപ്പോൾ അവർ കേരളം കൈവിടാതിരിക്കാനുള്ള ശ്രമം നടത്തും. അപ്പോൾ കേന്ദ്രം കനിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ക്ഷേമ പദ്ധതികളുമായിട്ട്, ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന പുതിയ പദ്ധതികളുമായിട്ട് ഇറങ്ങാം. ആ പദ്ധതികൾ കൊണ്ട് വീണ്ടും ജയിച്ചു ഭരണത്തിൽ വരും. യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിൽ അനയിക്കുന്നുണ്ട്. അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും അവർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ആ കസേരയ്ക്ക് വേണ്ടി ആഞ്ഞു പിടിക്കുന്ന ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അതിലൊക്കെ പ്രധാനമായിട്ടുള്ള കാര്യം എന്തുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടി ഭരണത്തിൽ വരികയും അവർക്ക് 5 മന്ത്രിമാരുണ്ടാവുന്നൊരവസ്ഥ വരിക. അത് കേരളത്തിലെ പ്രബുദ്ധമായൊരു ജനത ആഗ്രഹിക്കുന്നുണ്ടോ? കേരളത്തിലെ ബി ജെ പി വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ്. ഇന്ന് സി പി എമ്മിന് കേരളത്തിൽ നിന്ന് ഒരു എം പിയേ ഉള്ളൂ. ബി ജെ പിക്ക് സുരേഷ് ഗോപി എന്നൊരു എം പി ഉണ്ട്. അതുപോലെ 20% വോട്ടിലേക്ക് അവർക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. 11 സീറ്റുകളിൽ ജയിക്കാവുന്നതും 19 വരെ 20 വരെ സീറ്റുകളിൽ ആഞ്ഞു പിടിക്കാവുന്നതുമായ ഉറപ്പിച്ചൊരവസ്ഥയിലേക്ക് ആ പാർട്ടി വളർന്നു കഴിഞ്ഞു. അപ്പോൾ കേരളം പോലും സംസ്ഥാനത്ത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും എതിർത്തുകൊണ്ട് ബി ജെ പി ഒരു നിയമസഭയിൽ ഒരു ശക്തിയായി മാറുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് പ്രതിപക്ഷമാണെങ്കിൽ നാളെ ഭരണപക്ഷത്തേക്കുള്ളൊരു വളർച്ചയുടെ തുടക്കമായിരിക്കും. അപ്പോൾ വീണ്ടും പ്രതിപക്ഷത്ത് പോയാൽ കോൺഗ്രസ് എന്ന കക്ഷി, ഇന്നിപ്പോൾ മാണി കോൺഗ്രസിൻ്റെ അവസ്ഥയായിരിക്കും നാളെ മുസ്ലിം ലീഗിനുണ്ടാകുന്നത്. ഇനി 2026 കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയുള്ള ഒരു വർഷക്കാലം കേരള രാഷ്ട്രീയത്തിൽ
ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾ കാണാനിരിക്കുന്നേ ഉള്ളൂ.